നമസ്കാരം. 8 മാസം കൊണ്ട് $10 മില്യൺ ഞാൻ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഞാനും വിശ്വസിച്ചില്ല. ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടപ്പം ഈ ഒരു സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിച്ചു ട്രേഡ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഞാൻ എന്താണേലും ആ ഒരു ലൈഫിനെ കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് തരാം, എന്നിട്ട് അതിന്റെ ഗോൾ ഇതിലൂടെ ട്രാക്ക് ചെയ്യാൻ എഴുതിയിരുന്നത്. അങ്ങനെ ഞാൻ എന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓവർ ദ പാസ്റ്റ് 8 months ഞാൻ ട്രേഡ് ചെയ്തിരിക്കുന്നത് $10 മില്യൺ ആണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 10 മില്യൺ എന്ന് പറയുമ്പോൾ $1 കോടി. അത് ഇന്ത്യൻ മണി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ വെരി ബിഗ് എമൗണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന ഫീസ് തന്നെയുണ്ട് $15,000. അതിൽ $5,000 അവർ എനിക്ക് റീബേറ്റ് തന്നു, ഞാൻ ഇത്ര എക്സ്റ്റെൻസീവ്ലി ട്രേഡ് ചെയ്തിട്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല എക്സ്ട്രീംലി സക്സസ്ഫുൾ, നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ്. ആൻഡ് ദ റിയാലിറ്റി ഈസ്, ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു പ്രോഫിറ്റബിൾ മന്ത് സ്ക്രീനിൽ കാണുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഒരു ബേസിക് ഓവർവ്യൂ പറയുവാണെങ്കിൽ, കോവിഡിന്റെ സമയത്താണ് എല്ലാവരും തുടങ്ങിയ പോലെ ഞാനും ട്രേഡിങ്ങും ഈ ലോകത്തെ കുറിച്ചൊക്കെ അറിയുന്നത്. അന്ന് പപ്പയുടെ കയ്യിൽ നിന്ന് മേടിച്ച 10,000 രൂപയ്ക്ക് ഷാരിഖ് ഷംഷുദ്ദീന്റെ ക്ലാസ് കൂടി തുടങ്ങിയതാണ്. ആൻഡ് ഓവർ ദി ഇയേഴ്സ് 8 വർഷം എടുത്തായി. ഇപ്പം ഇത് 8ാമത്തെ വർഷമാണ്. ഞാൻ കൺസിസ്റ്റന്റ് അല്ല, ഡിസിപ്ലിൻഡ് അല്ലായിരുന്നു. അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് കാരണം ഒരു ബൂംബർ സൈക്കിൾ എന്ന് പറയും. പൈസ കുറച്ചുണ്ടാക്കും, കുറെ കളയും, കുറച്ചുണ്ടാക്കും, കുറെ കളയും, പിന്നെയും പൈസ ആയിട്ട് വരും. ആൻഡ് അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു. ഇപ്പൊ അതിന്റെ ഹിസ്റ്ററി എനിക്ക് കാണാനില്ല, കാരണം നല്ല ഇന്ത്യൻ ആപ്സിലായിരുന്നു. ബട്ട് എനിക്ക് ഹിസ്റ്ററി ഉള്ളത് ഞാൻ കാനഡയിൽ വന്നിട്ട് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ്. അപ്പൊ 8 മാസത്തെ ആ ഒരു ഇത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇത്രയും വലിയൊരു എമൗണ്ടിന് ട്രേഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ വീക്ക്ലിയും മന്ത്ലിയും എല്ലാ ട്രേഡുകളും ഇങ്ങനെ അനലൈസ് ചെയ്തപ്പോഴാണ് എനിക്കത് അനലൈസ് ചെയ്യാൻ പറ്റുന്നതിലും ഒത്തിരി അധികം ഡേറ്റയാണ്. ബിക്കോസ് ഐ മേഡ് സോ മെനി ട്രേഡ്സ്, ഇമോഷണൽ ട്രേഡ്സ്, ഓവർ ട്രേഡിങ്. ഇതിന്റെ ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഒരാഴ്ചയിൽ ഉണ്ടാക്കുന്നതിലും കൂടുതൽ പൈസ ഒറ്റ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്, വിത്തിൻ എ ഫ്യൂ അവേഴ്സ്. എന്നിട്ട് അതേ ദിവസം ബാക്കിയുള്ള ഒരു 3 മണിക്കൂറിൽ ഉണ്ടാക്കിയ പൈസ കൂടുതൽ, ഇൻക്ലൂഡിങ് മൈ ക്യാപിറ്റൽ, നഷ്ടം വരുത്തിയിട്ടുണ്ട്. ബട്ട് ദ ഹൈസ് ആൻഡ് ദ ലോസ് ദാറ്റ് യു ഫീൽ പ്രശ്നമാണ്. മൈൻഡൊക്കെ ഭയങ്കര ഫക്ഡപ്പ് ആയി പോകും. സോറി ടു യൂസ് ദിസ് വേർഡ്, ബട്ട് സ്റ്റിൽ അതായിരുന്നു അവസ്ഥ. അപ്പം ലാസ്റ്റ് ഒരു മാസമായിട്ടാണ് ഞാൻ ഓർത്തത്, വൈ നോട്ട് കീപ് ട്രാക്ക് ഓഫ് ഇറ്റ്. 180 days എന്ന് പറയുമ്പം 6 മാസത്തില് 100% സീറോയിൽ തുടങ്ങിയതാണ്. സീറോ വാസ് മൈ ക്യാപിറ്റൽ റേഞ്ച്. ഇറ്റ് വെന്റ് ഓൾ ദ വേ അപ് ടു 750%. അത് ഞാൻ ഓർക്കുന്നുണ്ട്. $100 ഇട്ടിട്ട് ഐ മേഡ് ഇറ്റ് $700 വിത്തിൻ എ മന്ത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. Then it came all the way back down to -600. ഓർത്ത് നോക്കി, $100 ഇട്ടതിന് $600 കഷ്ടം. ഇവര് നമുക്ക് കഷ്ടത്തിൽ ട്രേഡ് ചെയ്യാൻ തരത്തൊന്നുമില്ല. ഇറ്റ് മെന്റ് ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് ഫുൾ അത് പോയി എന്നാണ്. പിന്നെ ഞാൻ കുറച്ച് എമൗണ്ട് ഒക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് ബീങ് കൺസിസ്റ്റന്റ്. ഞാൻ ട്രാക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഐ വാസ് ജസ്റ്റ് ലെറ്റിംഗ് മൈ ഇമോഷൻസ് ട്രൈഡ്. അപ്പം ടു കീപ് ദിസ് വീഡിയോ ഷോർട്ട്, ഞാൻ ഇത് റെക്കോർഡ് കീപ്പിംഗ് തുടങ്ങുവാണ്. ആൻഡ് ഇതിൽ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഈ 8 മാസത്തിൽ ഒരു 10 ദിവസത്തെ ട്രേഡ് മാറ്റി നിർത്തിയാൽ ഞാൻ നന്നായിട്ട് പ്രോഫിറ്റബിൾ ആണ് എന്ന് എഴുതി. മില്യൺസിന്റെ കണക്ക് പറയുമ്പോൾ ഐ മേക്കിംഗ് thousands of dollars. ഏറ്റവും ആദ്യത്തെ മാസം ഉണ്ടാക്കിയത് $75, കളയുന്നത് 400, 200, 800 അങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റബിൾ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഒരു ഡെയിലി ലിമിറ്റ് വെക്കണം, $50 ലിമിറ്റ്. അതിൽ കൂടുതൽ ഞാൻ നഷ്ടം വരുത്തത്തില്ല എന്ന് തീരുമാനിച്ചു. സോ എല്ലാ വീക്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവും. ആൻഡ് ഐ വിൽ അപ്ഡേറ്റ് യു how it's going. The goal of this month is to be in profit by the end of the month. ഓൾറെഡി ഈ മാസത്തേക്ക് ഞാൻ $433 പ്രോഫിറ്റിലാണ്. അത് കളയാതിരിക്കുക, കാരണം ബാക്കി എല്ലാ മാസവും ലോസിലാണ്. ഇപ്പൊ ഞാൻ ട്രേഡിങ് നിർത്തിയാലും ഈ മാസം ഞാൻ സക്സസ്ഫുൾ ആണ്. അങ്ങനത്തെ ഒരു 3-4 മാസം കിട്ടിയാൽ അതിനൊരു പ്രോഗ്രസ് ഉണ്ടാവും. സോ ലെറ്റ്സ് കീപ് ട്രാക്ക് ഓഫ് ദാറ്റ്. നമുക്ക് ഒരുമിച്ച് നോക്കാം. ആൻഡ് ട്രേഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, ലെറ്റ്സ് കണക്ട്. നമുക്കൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കാം. ലെറ്റ്സ് ബിൽഡ് സംതിങ് ബെറ്റർ. അപ്പം ഇത്രയൊക്കെ പറയാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത്, പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ റെക്കോർഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഫോൺ എന്നെ ഫേസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടും തൊടിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടും. ലെറ്റ്സ് സീ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ലെറ്റ്സ് മൂവ് ഓൺ അഹെഡ് ടുഗെദർ. ഇനി എനിക്ക് അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും അറിയത്തില്ല. ബൈ.